ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 കൊല്ലം നടന്നു. 300 കൊല്ലം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ആ സാഹചര്യം നോക്കണം. മുഴുവനെണ്ണവും കുഴതെറ്റി നടക്കുക. തൻ്റെ സമകാലികനാ ലാമേക്ക് ഇല്ലേ? ആദാമിന് 2 വംശമാണ്, ഗുണപ്പെട്ട വംശവും ഗുണപ്പെടാത്ത വംശം. ഗുണപ്പെട്ട വംശമാ ഹാനോക്കിൻ്റെ. ഏതാ? 7-ാമൻ ഹാനോക്കിൻ്റെ ആദാം, ശേത്ത്, ഏനോശ്, കേനാന്, മഹലേല്, യാരദ്, ഹാനോക്ക്. അത് ഗുണപ്പെട്ടത്. ആദാമിന് ഗുണപ്പെടാത്ത തലമുറയുണ്ട്. ആദാം, കയീൻ, ഹാനോക്ക്, ഈരാദ്, മഹൂയയേൽ, മെതൂശയേൽ, ലാമേക്ക്. 2 തലമുറയാണ്, 2 വംശം. അത് ലാമേക്ക് ഗുണപ്പെടാത്ത വംശവും ഹാനോക്ക് ഗുണപ്പെട്ട വംശം. എല്ലാ കാലത്തും ഗുണപ്പെട്ടവനേക്കാളും കഴിവാർക്കാ? സത്യം പറ, ഗുണപ്പെടാത്തവന്. ഒരു ചെറിയ ഉദാഹരണമാണ്. ഇപ്പം മുമ്പേ കണ്ട് അവർ പാടി, സഹോദരനും സഹോദരിമാരും എല്ലാം പാടി. ഇന്ത്യ പാടിയാൾ പാടി. ഞാനും ചിലപ്പം 2 വരിയൊക്കെ ഇടയ്ക്ക് പാടുന്നെന്ന് പറയത്തില്ല, അങ്ങ് പറയുക. നിങ്ങളും പാടുന്നുണ്ട്. നമ്മളെല്ലാം ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട്, അവരും നമ്മളുമെല്ലാം രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, നമ്മളാലാവും വിധം വിശുദ്ധ ജീവിതം നയിച്ച് നിന്നായി പാടുന്നത്. പക്ഷെ നമ്മളെക്കാളും കഴിവ് യേശുദാസിന് ഇല്ലേ? നിങ്ങൾ അംഗീകരിക്കുകയല്ല, അതെങ്കിലും അങ്ങ് അംഗീകരിക്കുക. ഗാനഗന്ധർവനാണ്, പക്ഷെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷിക്കപ്പെട്ടയാളല്ല. പക്ഷെ കഴിവാർക്കാ? അദ്ദേഹത്തിന്. അതെ, നിങ്ങളല്ല എന്നേക്കാൾ നല്ല വിദ്യാഭ്യാസവും നിപുണന്മാരും, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. പക്ഷെ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. ഡിഗ്രി സമ്പാദിച്ചവരും ഡോക്ടറേറ്റ് എടുത്തവരും ഡോക്ടർമാരും ഒക്കെ ഇതിനകത്തുണ്ട്, അഭിനന്ദിക്കുന്നു. പക്ഷേ ഇന്ത്യ കണ്ടതിലേക്കും വെച്ച് വലിയൊരു നിപുണനായിരുന്നു എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി. 28 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. 28. ഞാനോടത്ത് നിങ്ങളൊന്ന് ഞെട്ടുമായിരിക്കുമെന്ന്. വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല. 28 ഡോക്ടറേറ്റ്. നമ്മുടെ ചില ആൾക്കാർ ഡോക്ടറേറ്റ് 10 പൈസ കൊടുത്താണ് മേടിക്കുന്നത്. പേരൻ്റ് പറ ഡോക്ടർ റവറൻ സോയാൻ, പുസ്തകക്രമം പോലും അറിയാൻ മേല. നവും പ്രവചനം പറയാൻ പറഞ്ഞാൽ തപ്പി ഊപ്പാട് വരിക, എന്നിട്ട് ചോദിക്കുക പേജ് നമ്പർ എത്രയാണ്. അതാണ് നമ്മുടെ ഇടയിലുള്ള പല ഡോക്ടർമാരും. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, നാളെ നിങ്ങൾ വരേണ്ടത് കൊണ്ട്. എന്നാൽ സർവേപ്പള്ളി 28 ഡോക്ടറേറ്റ്. അത് പഠിച്ച് മേടിച്ചതാണ്. അയാൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ ക്ലാസ് കേൾക്കാൻ ലോകത്തിലെ ഉന്നതന്മാർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക, സർവേപ്പള്ളിയുടെ. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ വന്നു. നമ്മളെക്കാൾ കഴിവാർക്കാ? രക്ഷിക്കപ്പെടാത്തവർക്കാ. അത് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 16:8. അല്ല എനിക്ക് അത്താഴം ഒരുക്കുക. ഇപ്പം വേണ്ട അമ്മ, യോഗം കഴിഞ്ഞ് എനിക്ക് അത്താഴം തന്നാ നല്ലതാ. ഇത് വായിച്ചേ. ഈ അനീതിയുള്ള ബുദ്ധിയോട് പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ. യേശു പറഞ്ഞതാ. വെളിച്ച മക്കൾ ദൈവമക്കൾ, ഈ ലോകത്തിന്റെ മക്കൾ രക്ഷിക്കപ്പെടാത്തവര്. അപ്പൊ കർത്താവ് തന്നെ പറയാ, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയെ പറയാ, ഗുണപ്പെട്ടവനേക്കാളും കഴിവാർക്കാ? ഗുണപ്പെടാത്തവൻ. തെളിവ്. ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക് ഗുണപ്പെട്ടവനാ, പക്ഷെ ലാമേക്ക് ഗുണപ്പെട്ടവനല്ല. പക്ഷെ കഴിവാർക്കാ? ലാമേക്കിനാ. കാരണം ഹാനോക്കിന് 1 ഭാര്യ, ലാമേക്കിനോ 2. ആ കഴിവുണ്ടായിട്ടല്ലേ. നമ്മൾ ഒരെണ്ണത്തിനെ തന്നെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചാൽ വലിയ ആരോഗ്യമില്ലാതെ കൊണ്ടു നടക്കുന്നത്. കയറി ഇരിയടി ഡോറ് നോക്കിക്കോണം, ഷാള് കുരുങ്ങരുത്, ചൊവ്വിനിരിക്കണം, ബെൽറ്റ് ഇടുന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിയാൻ മേല. അപ്പൊ ഒരുത്തൻ 2 എണ്ണത്തിന് ആദഗിസിൽ ചുമ്മാ കൂളായിട്ട് കൊണ്ട് കിടക്കുക. അങ്ങനെ അപ്പൊ കഴിവുണ്ടായിട്ടാ. അപ്പൊ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. ഈ ഹാനോക്ക് 300 കൊല്ലം നടന്നു നമ്മൾ പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടക്കുമ്പോൾ 1
2 ഭാര്യയായിട്ട് നടക്കുന്ന ഒരുത്തൻ, അവൻ്റെ സന്തതി. 2, ലാമക്കിൻ്റെ പിള്ളേര് കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവർക്കല്ല തലതൊട്ടപ്പന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻസ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുക. ഈ വാദ്യ ഉപകരണങ്ങൾ, കല, സംസ്കാരം, അഗ്രഗണ്യന്മാർ. മൂത്തവനാണ് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്, ഫാമ്, ഇഷ്ടം പോലെ ബിസിനസ്, കാശ്. ഇളയവനാണ് ചെമ്പ് ഇരുമ്പും കൊണ്ട് ആയുധം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ആയുധം ഉണ്ടാക്കുന്ന തലമുറ, കലാ സംസ്കാരത്തിൽ ഉന്നതന്മാര്, ബിസിനസ് നടത്തി കാശ്, ഒത്തിരിയുണ്ട്. 6-ാം അധ്യായത്തിൽ വയ്ക്കുമ്പോൾ ആ കാലത്ത് മല്ലന്മാര്, അപ്പം മല്ലന്മാർ ഒത്തിരിയുള്ള കാലം. അടുത്ത വാക്യത്തിലുണ്ട് വീരന്മാര്, കീർത്തിപ്പെട്ട വീരന്മാരുള്ള കാലം. അപ്പം വീരന്മാര്, മല്ലന്മാര്, കലയിലും സംസ്കാരത്തിലും അഗ്രഗണ്യന്മാര്, ബിസിനസ് നടത്തി കാശുള്ളവര്, ഗുണ്ടായിസം, ഇരുമ്പും ചെമ്പ് കൊണ്ട് ആയുധം തീർക്കുന്നവര്, 2 ഭാര്യയെ വെച്ച് ജീവിക്കുന്നവര്. മാത്രമാണോ 6-ാം അധ്യായത്തിൽ ബോധിച്ച പോലെ നടക്കുന്നവര്. അടുത്ത വാക്യത്തിലുണ്ട് സൗന്ദര്യമുള്ള ധാരാളം ആൾക്കാർ. സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ടാണല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും എന്തൊരു വിപുലമായ അന്തരീക്ഷത്തിലാ ഒരുത്തം മാത്രം ദൈവത്തോടു കൂടെ. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് നടക്കണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ സാഹചര്യം. ചുമ്മാ കണ്ണടച്ചിരുട്ടാക്കരുത്. ഹാനോക്കിനെ നോക്കി, 2 ഭാര്യയും കൊണ്ട് നടക്കുന്നവൻ, ഗുണ്ടായിസക്കാര്, ബിസിനസ്സുകാര്, രാഷ്ട്രീയ പിടിപാടുള്ളവർ, സൗന്ദര്യം ധാരാളമുള്ളവർ, ബോധിച്ച പോലെ നടക്കുന്നവർ, എന്തിനും ഏതിനും കയ്യിൻ്റെ സന്തതി, കൊലയ്ക്കും ഒരു മടി ഇല്ല. ഇവരെല്ലാം ഉള്ള സമൂഹത്തിലാ ഒരുത്തം മാത്രം ദൈവത്തോടു കൂടെ നടക്കുന്നു. സാഹചര്യത്തെ പഴി പറയരുത്. ചൊല്ലി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ആരാധിക്കണം, പക്ഷേ ഞങ്ങളുടെ സഭക്കാരും ആ സഭക്കാരവിടെ ഇരിക്കട്ടെ, നീ ആരാധിക്കുന്നതന്നെ കുഴപ്പം. അത് നമ്മുടെ വിഷയമല്ല. സ്തോത്രം, എനിക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, പക്ഷേ വേറെ ആരും, അതിന് നമുക്ക് തന്നെ വേറെ ആരും ശ്വാസം വിടുന്നില്ല. നീ വിടാതിരിക്കാവോ? ആരും ശ്വാസം ഞാനും വിടുന്നില്ല. വേറെ പറയും നീ, പക്ഷേ ഞങ്ങളുടെ സഭയിൽ ആരും ശ്വാസം വിടുന്നില്ല, ഞാനും ഇനി ചോദിച്ചാ. ദൈവത്തിന് മഹത്വം. നീയും ദൈവമായിട്ടാ ബന്ധം, മറ്റുള്ളവരല്ല നമ്മുടെ വിഷയം. ഞാൻ ഒരിക്കൽ ഒരു സഭ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു, പിള്ളേർ വർഷങ്ങൾക്ക് മുമ്പ്. സ്ഥലവും സഭയൊന്നും പറയുന്നില്ല. അപ്പോൾ അതിഥിയായിട്ട് എന്നെ വിളിച്ചു വചന ശുശ്രൂഷയ്ക്ക്. അപ്പോൾ അവിടുത്തെ ദൈവദാസം പ്രാർത്ഥിച്ചു, ആരംഭിച്ചു. 2 പാട്ട് പാടി. അദ്ദേഹം പറഞ്ഞു, ഈ യോഗത്തിൻ്റെ അനുഭവത്തിന് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആരുമില്ല, 10-60 പേരുണ്ട്, ഒരുത്തം പ്രാർത്ഥിക്കുന്നില്ല. ഞാനിങ്ങനെ നോക്കി, ഞാനങ്ങ് പ്രാർത്ഥിച്ചു. അത് ഞാൻ തന്നെ പ്രസംഗിക്കണ്ടേ? ആരുമില്ല, പ്രാർത്ഥിക്കുകയല്ല, എന്നെ ചെയ്യാൻ. ഞാനങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവദാസൻ പറഞ്ഞു, ഒരാളൂടെ പ്രാർത്ഥിക്കാം. ക്ഷീണമായി പോയി. എന്നിട്ടും ആരുമില്ല. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. നടന്ന കാര്യം ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പിന്നെ പുള്ളി പറഞ്ഞിരുന്നത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചാണ്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ബലാൽക്കാരികൾ ദൈവരാജ്യം ബലാൽക്കാരം ചെയ്യുക. കിട്ടുന്ന അവസരമൊന്നും നഷ്ടപ്പെടുത്തരുത്. ലഭിക്കുന്ന അവസരമൊന്നും എപ്പോഴും അവസരം കിട്ടത്തില്ല. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ആരാധിച്ചോണം. കൈയടിക്കാൻ ആരോഗ്യമുള്ളപ്പോൾ കൈയടിച്ചോണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേറെ പുസ്തകം വായിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുള്ളപ്പം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. നടന്നു വരാൻ ആരോഗ്യമുള്ളപ്പം ദൈവത്തെ. ചിലർ ആരാധനയ്ക്ക് വന്ന് ഇങ്ങനെ ആള് കളിച്ചിരിക്കും. എന്നിട്ട് ആരൊക്കെ ആരാധിക്കണം ഇങ്ങനെ ഒളി കണ്ടിട്ട് കുഴപ്പമില്ല. അവസാനം ചാകാൻ നേരത്ത് ഒരു അസുഖം ഉണ്ടാകും. ഞങ്ങളുടെ വീട് വെട്ടുവാദമെന്നാണ് പറയുന്നത്. എപ്പോഴും അടിച്ചിരിക്കണം. കാപ്പി കൊടുക്കുമ്പോഴും അടിച്ചിരിക്കുക. അതിന് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നൊരു അസുഖമുണ്ട്. ഞാൻ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം. ദോഷമൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. എനിക്ക് നിങ്ങൾക്കും ദൈവം തമ്പുരാൻ അവസരം തരുമ്പോൾ, സമയം തരുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവരെയും പഴി പറയരുത്. ഞാനൊരു വചനത്തിൽ നിന്ന് തരാം. നിങ്ങൾ വചനം ചിലർ നന്നായിട്ട് ആസ്വദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ അച്ഛാ എനിക്ക് ഇത്രയും സമയം തന്നത് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും.
നിങ്ങൾ വളരെ കേട്ടിരിക്കുന്നതിൽ ഒത്തിരി അഭിനന്ദിക്കുന്ന എല്ലാവരും സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ചിലപ്പോൾ അവസരം കിട്ടുകയില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചാൽ ഗുണമുണ്ട്. ഒരു തെളിവ് വചനത്തിൽ നിന്ന് തരാം. ഈ മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിൽ കയറിപ്പോയി അവസാനം താഴെ കാളക്കുട്ടി ഉണ്ടാക്കി ഇവനെല്ലാം കൂടെ വേണ്ടാതീനം കാണിച്ചു. അവസാനം മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ യോശുവായിട്ട് ചോദിച്ചു, എന്തുവാടാ വലിയ ബഹളം? അവൻ പറഞ്ഞു, അച്ഛാ അവിടെ ഫാസ്റ്റിംഗ് പ്രയർ ആണ് 40 days. ഓ മോശ പറഞ്ഞു, എങ്ങനെ? അച്ഛാ പകല് പവർ മീറ്റിംഗ്, വൈകിട്ട് ഫയർ കോൺഫറൻസും ആണെന്ന് പറഞ്ഞു. മോശ കൊടുത്ത് ആയാലും എല്ലാം ഉണർവാണല്ലോ. അടുത്ത് വന്നപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. ആരാധനയ്ക്ക് ഒറ്റ ഒരെണ്ണത്തിന് തുണിയില്ലെന്ന് തന്നെ എഴുതിയേക്കുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് അങ്ങോട്ട് മൂത്തപ്പോൾ ഒറ്റ ഒരുത്തന് ഒരു വാക്യം വായിച്ചത് തെളിയിക്കാന്ന്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളയാൻ ജനം കെട്ടടിഞ്ഞവരായെന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ജനക്ക് ഈ ഹാസ്യമായി കെട്ടടിഞ്ഞെന്നൊക്കെ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഏതോ ഒരു വേർഷനകത്ത് നേക്കടെന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ അമ്മാമേ ഏതായാലും ഇതുമായിട്ട് വന്നതല്ലേ, വായിച്ചു. Naked. Naked. And when Moses saw that the people were naked, മനസ്സിലായല്ലോ. ഈ ആരാധനയും ചാട്ടവും പ്രൈസ് ആൻഡ് വർഷിപ്പും മൂത്തപ്പം വർഷിപ്പ് നടത്തുന്ന ഒരെണ്ണത്തിന് ഉടുതുണിയില്ല, കെട്ടഴിഞ്ഞു. എന്നാ അകനവൻ പറയണ്ടേ, എടാ തുണി കൊടുത്തോണ്ട് ആരാധിക്കടാന്ന്. അവനൊട്ട് മിണ്ടുകയില്ല. അവൻ പറഞ്ഞ ഇവര് അവ വിട്ട് ഏനാ താടി കൊടുത്ത് സങ്കടം. ഉള്ള കാര്യമായി പറ, ഞാൻ ഉള്ളതേ പറയൂ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ ആദരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും. അടുത്തത് ഉപദേശം അവനോട് ചോദിച്ച്. അതാ 2:7 വായിച്ചേ. ഏത് 2-ാന്നായിരിക്കും? മലാക്കി 2:7 അത് തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് വായിര്. മലാക്കി ഇല്ലേ? പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും. പുരോഹിതന്റെ ഉപദേശം ഉണ്ടായിരിക്കണം, പരിജ്ഞാനം ഉണ്ടായിരിക്കണം, ചോദിച്ചു പഠിക്കണം, ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. അല്ല 3 വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ച് പാസ്സാന്നും പറഞ്ഞ് ഡോക്ടർ റവറെന്ന് പേര് വെച്ചോണ്ട് നടന്നാൽ പോരാ, കാര്യം തീർത്ത് പറയണം. കാര്യം തീർത്ത്. അല്ല 5 മീറ്റർ തുണിക്ക് വലിയ ജിബ്ബാൻ തയ്പ്പിച്ചോണ്ട് നടന്ന കാര്യമൊന്നുമില്ല. മുട്ടിന് നാടെ വരെ ജിബ്ബാടറ്റം. അത് നല്ലതാ. കാര്യം തീർത്ത് പുരോഗതം പറയണ്ടേ. എടാ ഇതുപോലെ വസ്ത്രമില്ലാതെ ഈ ആരാധനയ്ക്കൊന്നും പറയണ്ടേ. ജനം കെട്ടടിഞ്ഞെന്ന്. ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ തമിഴ് സഹോദരി, നല്ല സഹോദരിയാ, വാക്യം വായിച്ചു. അതാ തമിഴായി എഫക്റ്റ്. തമിഴ് ആരുടെയും തമിഴ് ബൈബിളുണ്ടോ? ഉണ്ടോ? വായിച്ച മോനെ. അയ്യോ ദൈവം കൊണ്ടുവന്നതാ കേട്ടോ. വായിച്ച മോനെ. 32:25 തമിഴ് വായിക്കണം. തമിഴ് വായിക്കാൻ അറിയാമോ? ஜனங்கள் தங்கள் பகைவருக்குள் அவமானப்படத்தக்கதாக ஆரோன் அவர்களை நிர்வாணமாக்கி മനസ്സിലായല്ലോ. ജനങ്ങൾ തങ്ങൾ പകവരുക്കൾ അപമാനപ്പെടുത്തതാകെ ആരോൻ അവர்களை നിർവാണമായി இருக்கிறது. അവர்கள் നിർവാണമായി இருக்கிறது മോശെ എന്ന് പറഞ്ഞാൽ നേക്കടന്നാണല്ലോ. അതിനകത്ത് തമിഴുണ്ടോ? ആണ്ടോ തമിഴ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാം ഉണ്ടെന്നുള്ളതാ വിഷയം. സകലതും ഉണ്ട്. പക്ഷേ
ഒന്നിനും കുറവില്ല. ഈ ആരാധനയും ചാട്ടവും ബഹളവും കൂടെ മൂത്തപ്പം ഓരോണ്ണത്തിന് സ്റ്റേജിൽ നിന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരും സ്റ്റേജിൽ നിൽക്കുന്നവരും യോഗ്യമായി വസ്ത്രം ധരിക്കണം. വിശേഷിച്ച് എന്തിനാ ഇത് താൻ കൊണ്ടു കിടക്കുന്നത്? ഇതൊക്കെ കാണിക്കാനും കൂടാ, അതിനും കൂടെ കൊണ്ട് കിടക്കുന്നു. അല്ല, കാണിക്കാൻ നേരത്ത് പിന്നെ ഞാൻ അത് പറിച്ചു മേടിക്കാൻ പറ്റുമോ? അതിനാ ഞാൻ എനിക്ക് അപ്പം ഒന്നുമില്ല. ഇങ്ങനെ യോഗ്യമായിട്ടായിരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും. സൺഡേ എല്ലാവരുടെയും കാര്യമല്ല, പലയിടത്തെയും കാര്യമാണ്. സൺഡേ വരുന്നത് ഡ്രസ്സിന്റെ പകിട്ട് കാണിക്കാനല്ല, നാട്ടിൽ പോയപ്പോൾ മേടിച്ച ഡ്രസ്സ് കൊണ്ട് പ്രദർശിപ്പിക്കാനുള്ള അതല്ല സൺഡേ. മേടിച്ച ഡ്രസ്സ് ഇട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഇറുകിപ്പറ്റിയത് ഇക്കിളി പറ്റുന്നതും അസ്വസ്ഥതപ്പെടുത്തുന്നതും ഒന്നും ദൈവമക്കൾക്ക് ഭൂഷണമല്ല. നാളെ യോഗം വെച്ചാലും കൊള്ളാം, വെച്ചില്ലേലും കൊള്ളാം. വേണം ഇന്ന് മിക്കവാറും കോള് വരും ചോദിച്ചാൽ. പക്ഷേ അത് നാളെ ദൈവത്തിന് മഹത്വം. ഇതിനൊക്കെ മേളിൽ കണക്ക് കൊടുക്കേണ്ടതാണ്. ആരോടും വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യവുമില്ല. ദൈവത്തിന് മഹത്വം. അല്ല, ഇത് പറയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? എല്ലാവരും വന്ന് പ്രവചനം പറയാം, മോനെ ജംബോ ജെറ്റി കയറുന്നതായിട്ട് കാണുന്നു. എന്തിന്? എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാണെന്നാ. എൻ്റെ ജനത്തിനും വരുന്നവരല്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ ലഘുവായിട്ട് ചികിത്സിക്കുന്നു. ലഘു ചികിത്സയല്ല വിഷയം. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും, ഞാനും നിങ്ങളും എല്ലാം ആദ്യം പ്രസംഗിക്കുന്ന ഞങ്ങളാ ഗുണമാണ്ട്. ദൈവത്തിന് മഹത്വം. ജനത്തെ അടിച്ചു വിട്ടു, കെട്ടടിഞ്ഞ് കിടക്കുക. അന്നേരം മോശ, ഞാൻ ഭാഗം അധികം വിടുക. മോശ അപ്പൊ പാളകത്തിന്റെ വാതിക്കെന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ. ആദ്യം നിങ്ങളൊരു ധാരണ വാ. മാറി നിൽക്കട്ടെന്ന് വേറെ പുസ്തകത്തിലില്ല. അടുത്ത് വരട്ടെന്നുമല്ല, എന്റെ അടുക്ക വരട്ടെന്ന. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ദൈവത്തിന്റെ മകൻ. നിങ്ങൾ പറഞ്ഞതാ ഇപ്പോഴത്തെ കാലത്ത് ശരി. യഹോവയുടെ പക്ഷത്തുള്ളവൻ അതാ ഇപ്പൊ കണ്ടുവരുന്നത്. നിങ്ങൾ പറഞ്ഞതാ ഇപ്പൊ ശരി. യഹോവയുടെ പക്ഷത്തുള്ളവനെ എല്ലാം മാറ്റി വെച്ച് ഗുണ്ടകളല്ലേ ഇപ്പൊ ഭരിക്കുന്നേ. എവിടെ ചെന്നാലും ഗുണ്ടകളില്ലേ? അങ്ങോട്ട് അടുക്കാൻ വല്ലതും പറ്റുമോ? അടുക്കാൻ പറ്റുന്നുണ്ടോ? പലയിടത്തോട്ടും. ഒരു സ്ഥലത്ത് മാത്രമല്ല, ചിലയിടത്ത് പ്രത്യക്ഷമായിട്ടും ചിലയിടത്ത് പരോക്ഷമായിട്ടും. ചിലര് മുണ്ട് മടക്കി കുത്തി അവിടെ നടക്കുന്നു, ചിലര് മുണ്ട് താത്തിട്ടേച്ച് ഫോണിൽ കൂടെ. എല്ലാവരും എന്നെ ഇങ്ങനെ ഉള്ള കാര്യമാണ്. മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരട്ടെ. സമയം ഉപയോഗിച്ച കാര്യമാ. ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ലേവ്യരെല്ലാരും കൂടെ അവന്റെ അടുക്കൽ വന്നുകൂടി. മോശ ലേവ്യരോട് പറഞ്ഞു, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. ലേവി ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ചു. കാരണം ലേവിയെ പണ്ട് അപ്പച്ചനൊന്ന് പ്രാഗിയതാ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ ഗോത്രപിതാവാകുന്ന യാക്കോബ് തലമുറകളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു വരുന്ന കൂട്ടത്തിൽ ലേവിയെ പ്രാഗി. അതാണ് 49:5 ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനയമവരുടെ യോഗത്തിന് ചേരരുത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ലേവിയെ യാക്കോബ് പ്രാഗി. ഇവരുടെ യോഗത്തിന് പോകരുത്, ഇവരുടെ മന്ത്രണത്തിൽ അവരുടെ യോഗത്തിന് ചേരരുത്. അപ്പം നാടൻ ഭാഷ പറയാം, അന്ന് മുതൽ ലേവി യോഗം വെച്ച ആരും പോകത്തുമില്ല. ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയും ഒറ്റപ്പെടുത്തി. അതിന് കാരണമൊക്കെ ഉണ്ട്. 34:30 വിഷയം. ചുരുക്കി പറഞ്ഞാൽ ലേവിയെ ഒറ്റപ്പെടുത്തി. ശിമിയോനും ലേവിയും. ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകത്തില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുക. കാരണം അപ്പച്ചൻ പ്രാഗി ഇട്ടേക്കുക, എൻ മനയമ ഇവരുടെ യോഗത്തിന് ചേരരുത്. അപ്പൊ ലേവി ഒറ്റപ്പെട്ട് കിടക്കുക. അപ്പൊ ചരിത്രം ലേവിക്ക് മനസ്സിലായി തെറ്റുപറ്റി. കാരണം വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാർ ലേവി ശിമിയോനും കൂടെ പോയാ വെട്ടിക്കൊന്നത്. ആ വിഷയത്തിൽ അപ്പൻ പണ്ട് പറഞ്ഞൊരു പദമുണ്ട്, ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചെന്ന്. അണ്ട
34:30 ഒന്ന് വായിച്ച. ഉൽപ്പത്തി 34:30. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ ദേശനിവാസികളാകുന്ന പെരിസ്യരുടെയും കനാന്യരുടെയും മുമ്പിൽ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കി. അപ്പോൾ അപ്പനെ നാറ്റിച്ച രണ്ടെണ്ണമാ ശിമയോനും ലേവിയും. ഈ വിഷയം വെച്ച അപ്പം മരിക്കാൻ നേരത്തെ 49:5 ലേവിയെ പിരാഗി, എൻ മനമേ ഇവരുടെ യോഗത്തിന് പോകരുത്, ഇവരുടെ മന്ത്രണത്തിൽ. അപ്പൊ അന്ന് മുതൽ ലേവി യോഗം വെച്ച ആരും പോകത്തില്ല, യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. അപ്പൊ ലേവി തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ഇപ്പൊ ലേവി ചരിത്രം അന്ന് മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ തെറ്റുപറ്റി, ക്ഷിപ്രകോപം ഉണ്ടായിരുന്നു, ആത്മസംയമനമില്ല, എടുത്തിയാട്ടം കൊണ്ട് വന്നതാ, തെറ്റി, സമ്മതിച്ചു, പക്ഷേ എനിക്കൊരവസരം തരണം, എനിക്കൊരു സമയം തരണം. അങ്ങനെ ലേവി ഇങ്ങനെ അവസരം നോക്കിയിരിക്കുമ്പോൾ പുറപ്പാട് 32 വന്നപ്പോൾ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ലേവി എന്നാലും മനസ്സിലായി ദൈവം ഒരുക്കുന്ന അവസരമാണ്, ദൈവം അവസരം തരിക. ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തെറ്റുപറ്റി, മനുഷ്യനൊക്കെ തെറ്റുപറ്റാം, സംസാരത്തിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, നിരൂപണത്തിൽ, ഇടപാടിൽ, കൊടുക്കവാങ്ങൽ മനുഷ്യനല്ലേ. ഈ ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. നമുക്കൊക്കെ അപാകതകളും ന്യൂനതകളും വരാം. പക്ഷേ അതിന് പെയിൻ്റ് അടിക്കരുത്, അത് നല്ലതാണെന്ന് പറയരുത്. വന്ന തെറ്റ് കണ്ടുപിടിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ക്രമീകരണത്തിലും നിരപ്പിലും ഞാനും നിങ്ങളും വരുന്നെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ലേവി പറഞ്ഞു, കർത്താവെ തെറ്റിപ്പോയി, അപാകത വന്നു, പക്ഷേ ഒരവസരം തരണം. ഇങ്ങനെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പൊ ലേവി കണ്ണ് കാണിച്ചതേ ദൈവം അവസരം തരിക, കയറി വരാൻ പറഞ്ഞു. ലേവി അങ്ങോട്ട് കയറി വന്നു. ശിമയോൻ വന്നില്ല, അത് വേറെ കാര്യമുണ്ട്. ലേവി കയറി വന്നിട്ടുണ്ടെങ്കിൽ മോശ പറഞ്ഞതേ വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. ലേവി ഒന്നാമത് ഈ യോഗത്തിന് വിളിക്കാത്തതിൻ്റെ ചുരുക്കും കൂടെ അതുകൊണ്ട് വാളെടുത്ത് ഒരറ്റ മുതൽ അങ്ങ് തുടങ്ങി. എൻ്റെ ഭാഷ അറിഞ്ഞു പിടിപ്പിച്ചു. 3000 എണ്ണം സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച് ദൈവം അങ്ങ് കുറിച്ചു വെച്ചിട്ട് ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് ഉണ്ടായ നേട്ടം അത് പറയാം. ദൈവം ആരാധിക്കാൻ അവസരം തരുമ്പോൾ ആരാധിക്കണേ, കൈയടിക്കാൻ ആക്കും ആരോഗ്യമുള്ളപ്പോൾ കൈയടിക്കണേ, കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേറെ പുസ്തകം വായിക്കണേ, ഒരു ലഘുലേഖ ആർക്കെങ്കിലും കൊടുക്കാൻ അവസരം കിട്ടിയാൽ കൊടുക്കണേ, ഒരാളോട് യേശുവിനെ പറ്റി പറയുവാൻ അവസരം കിട്ടിയാൽ പറയണേ, 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കണേ, ഒന്ന് ആരാധിക്കാൻ അവസരം ദൈവം ഒരുക്കി തന്നാൽ ആരാധിക്കണേ. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വേലയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനം ചെയ്യുവാൻ ഒക്കുന്നെങ്കിൽ ചെയ്യണേ. ലഭിക്കുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കണമെന്നായി പറഞ്ഞത്. ലേവി അത് ഉപയോഗിച്ചു. തെറ്റും കുറ്റമൊക്കെ വന്ന് പക്ഷേ ഏറ്റു പറഞ്ഞേച്ച് അനുദപിച്ചു. ദൈവം ഒരവസരം കൊടുത്തപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു, വാളെടുത്ത് വെട്ടി. ഈ വിഷയം സ്വർഗം അങ്ങ് കുറിച്ച് വെച്ചു. ദൈവം തമ്പുരാൻ പറഞ്ഞൊരു പദമുണ്ട്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 49 ഗോത്രപിതാവാകുന്ന യാക്കോബിനെ കൊണ്ട് ലേവിയെ പിരാഗി. എന്നാൽ അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ മുഖാന്തരം അതിനെ നേരെ തിരുത്തി. വായിച്ചേ ഈ വിഷയത്തെ പറ്റി മോശ എന്താ പറഞ്ഞത്? ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചേ. ആവർത്തനം 33-ന്റെ 8 മുതൽ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, ലേവിയെ കുറിച്ച് മോശ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറിയും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയെങ്കിൽ വെച്ച് പോരുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. അടുത്തത്, സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. അടുത്തത്, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു. നിന്റെ നിയമം കാത്തുകൊള്ളുകയും. അപ്പൊ ശ്രദ്ധിച്ചേ, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ആ സംഭവത്തെ പറ്റി ദൈവം അത് മുദ്ര വെച്ചു പറയുകയാ. ലേവിക്ക് അവസരം കൊടുത്തപ്പോൾ അവൻ ഉപയോഗിച്ചു. അതിന്റെ ഗുണമെന്നാ? ഇങ്ങനെ ലേവി വാളെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പനെന്നും അമ്മയൊന്നും ഒന്നും നോക്കി, സ്വന്തം സഹോദരന്മാരെന്നും നോക്കിയില്ല, സ്വന്തം മക്കളെന്നും ഓർത്തതുമില്ല. ഞാൻ എന്നെ പ്രതിയാക്കി പറയും, ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ ആയിരിക്കണം. ഉപദേശം പറയുമ്പോൾ, പ്രമാണം പറയുമ്പോൾ അപ്പനാണോ ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ അമ്മാച്ചനാണോ എന്നൊന്നും നോക്കണ്ട. അതൊക്കെ വീട്ടിൽ. ഇത് സഭയല്ലേ. ഉപദേശം പറയുമ്പോൾ, പ്രമാണം പറയുമ്പോൾ മക്കളാണോ
ബന്ധുക്കാരാണോ സഹോദരനാണോ ഇതൊന്നും വിഷയമല്ല. ലേവി വാളെടുത്തപ്പം നിന്ന് റോമാലേഖനത്തിലുണ്ട്, വെറുതെ അല്ലല്ലോ വാൾ വഹിക്കുന്നത്, വെറുതെ അല്ലല്ലോ. വാളങ്ങോട്ടെടുത്ത് ഒരറ്റം മുതൽ അറഞ്ഞു. നമ്മളീ പലരും ഒന്നും പറയാത്തതെല്ലാം ബന്ധക്കാരാ. അത് കാരണം ഒന്നും. ഞാനൊരു സഭയിൽ ചെന്നപ്പം അവിടുത്തെ ശുശ്രൂഷകന് എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പോൾ ഈ നമ്മുടെ അപ്പാപ്പൻ മുമ്പോട്ട് വന്ന് ചില കാര്യങ്ങൾ പൊതുവിൽ പറയുന്നിട്ട് അപ്പാപ്പി പ്രാർത്ഥിച്ച് അച്ചാച്ചി ആശീർവാദം പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുഴുവൻ ഇവരുടെ വീട്ടുകാരാ. ഉപ്പാപ്പൻ മുമ്പോട്ട് വന്ന് കുറേ കാര്യം പറയും, എന്നിട്ട് അപ്പാപ്പി പ്രാർത്ഥിച്ച് അച്ചാച്ചി. അപ്പൊ ഈ ഉപ്പാപ്പനും അപ്പാപ്പി അച്ചാച്ചി ഉള്ളത് കൊണ്ട് ഒന്നും മിണ്ടാൻ മേല. എന്നാ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു, ഉള്ള കാര്യമായി പറയാം. എന്നാൽ ലേവിയെ പറ്റി നിങ്ങളൊന്ന് നോക്കിക്കേ. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞപ്പോൾ ലേവി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ മോശ പറഞ്ഞു, എടാ കാളക്കുട്ടി ഉണ്ടാക്കി തുള്ളിക്കുക, പ്രമാണം വിട്ട് വഴി വിട്ട് കെട്ടടിഞ്ഞ് വസ്ത്രമില്ലാതെ നിർവാണമായി ഇരിക്കുകതേ, അതുകൊണ്ട് കനിമൊന്നും തോന്നരുത്, ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് വെട്ടാൻ പറഞ്ഞു. ലേവി അപ്പനെന്ന് നോക്കിയില്ല, അമ്മയെന്ന് നോക്കിയില്ല, സഹോദരനാണെന്ന് നോക്കിയില്ല, മക്കളെന്ന് നോക്കിയില്ല. അവൻ ഒരറ്റം മുതൽ ദൈവത്തെ അവൻ യഹോവയുടെ വചനം പ്രമാണിച്ചെന്ന്. അടുത്ത വാക്യം വായിച്ചേ മാമേ. അമ്മാമോ വായിക്കാൻ. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് എന്നതിന് സോറി ലേവ്യ ഈ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതലല്ലേ നമ്മൾ വായിച്ചത്. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ ഉമ്മിയും ഊടും നിന്റെ ഭക്തന്റെ പക്കലേക്ക് നീ അസഹ്യങ്ങൾ പൊരുകയും കലകലത്തിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനോ അമ്മയൊന്നും ഓർത്തില്ല, സ്വന്തം സഹോദരന്മാരെന്ന് ഓർത്തില്ല, മക്കളെന്നും ഓർത്തതുമില്ല. അടുത്ത വാക്യം, നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തു. എന്ന് പറഞ്ഞാൽ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചത് വചനം കാത്തു, നിയമം പ്രമാണിച്ചു. എന്റെ സഹപടന്മാരും ബഹുമാന്യരുമായ കർത്തദാസന്മാരോടും ദൈവമക്കളോടും പറയട്ടെ, അവൻ സഭയ്ക്കകത്ത് വരുമ്പോൾ അപ്പനോ അമ്മയോ ചേട്ടനോ ചേടത്തിയോ മക്കളൊന്നും വിഷയമല്ല. വചനം പ്രമാണിക്കണം, വചനം കാക്കണം. വചനത്തിന് പ്രാധാന്യം. ഇഷ്ടമുള്ളവൻ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ അംഗീകരിച്ച. പക്ഷെ ഇത് ഉള്ളതാ. സ്തോത്രം. ഒരുത്തരുടെ മുഖം നോക്കരുത്, സ്വർഗത്തിൽ പ്രതിഫലം ഉള്ളതാ. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ല, ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ ശരിയേ പറയുള്ളൂ. ഞാൻ പറയുന്നതെല്ലാം ശരിയല്ലയോ? അമ്മയെങ്കിലും എനിക്ക് അനുകൂലം ഉണ്ടല്ലോ അമ്മേ. വല്ലപ്പോഴും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഒത്തിരി എണ്ണം എനിക്ക് പാരേ അമ്മേ. അല്ലെ അമ്മ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മഹത്വം. വചനം പ്രമാണിക്കണം. വചനത്തിന് ശക്തിയുള്ളതാ. ഇത് അതിവേഗത്തിൽ ഓടുന്നതാ ദൈവത്തിന്റെ വചനം. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ ദൈവത്തിന്റെ വചനം. ഇത് ഉലയിലൊരുക്കി ശുദ്ധി ചെയ്തതാ ദൈവത്തിന്. ഈ വചനം കാക്കണം, ഈ വചനം പ്രമാണിക്കണം. ഇത് ഇരുവായ്ത്തറുകളുള്ള ഏത് വാളിനേക്കാൾ മൂർച്ച കയറിയതാ. ഈ വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാ. എന്റെ വായിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇരമ്യാ പറയുകയാ, യഹോവയുടെ വചനം തീ പോലെ പാറക തകർക്കുന്ന ചുറ്റുകയാ. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സന്ധിമറ്റകളെ വേർപിടിപ്പിക്കുന്ന തുളച്ചിയലെന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി മൺകൂടാരങ്ങൾ ക്രിയ ചെയ്യട്ടെ. തേനിലും നെൻകെട്ടെങ്കിലും മധുരമുള്ള വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനം. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. അവൻ 107-ാം സങ്കീർത്തനം 20-ൽ അവനവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി വചനം നിനക്ക് സൗഖ്യം തരുന്ന വചനം. തേനിലും നെൻകെട്ടെങ്കിലും മധുരമുള്ള വചനം, പൊന്നിലും തങ്കത്തിലും ഏകീകരിക്കത്തക്ക ദൈവത്തിന്റെ വചനം, സ്വർഗത്തിലേക്ക് സ്ഥിരമേറിയ ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി അത് വേഗത്തിൽ ഓടുന്ന വചനം. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി വന്നതുപോലെ തിരിച്ചു പോകരുത്. നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, മജ്ജയ്ക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഇന്ന് രാത്രി വിടുതലെടുത്ത് തിരിച്ചു പോകാവൂ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ലേവി വചനം കാത്തു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി.
അവൻ തന്റെ വചനത്തെ നിന്റെ വചനം അവർ അടുത്തത് നിയമം കാത്തു. അപ്പൊ ശ്രദ്ധിച്ചേ, ലേവി ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വാളെടുത്ത് അപ്പനെന്നും അമ്മയെന്നോ സഹോദരനെന്നോ മക്കളെന്നൊന്നും നോക്കിയില്ല. വചനം കാത്തു, വചനം പ്രമാണിച്ചു, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ടുണ്ടായ നേട്ടം. അടുത്ത വാക്യം വായിച്ചേ. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. ഇങ്ങോട്ട് നോക്കിയേ. 1:49 അപ്പച്ചൻ പറഞ്ഞത് ഇവന്റെ യോഗത്തിനും പോകരുത്, അവന്റെ കൂട്ടായ്മയ്ക്കും പോകരുത്. പക്ഷെ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ച് വചനം കാത്തപ്പോൾ നേരെ തിരിച്ചു. എന്നിട്ട് പറയാ, ഇനി എല്ലാവരും ഉപദേശം അവൻ്റെ അടുക്ക ചെന്ന് ചോദിക്കാൻ. ചട്ടവും പ്രമാണവും ഇനി അവൻ പറഞ്ഞു തരും. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ്. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. 49:5 അപ്പം പറഞ്ഞു ഇവന്റെ യോഗത്തിന് കൂടരുതേ. നിങ്ങളെല്ലാം വചനം ഗ്രഹിക്കുന്നവരാ. 49:5 പറഞ്ഞു ഇവന്റെ യോഗത്തിന് പോകരുതെന്ന്. പക്ഷെ അവൻ ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ച് അനുദപിച്ച് ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ സ്വർഗം അത് തിരുത്തേച്ച് പറഞ്ഞു, സകല എണ്ണോ അവൻ്റെ അടുക്ക ചെന്ന് ഉപദേശം ചോദിക്കാൻ. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കും. നിന്നെ ആര് നിന്ദിച്ചോ അവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തും. രക്ഷിക്കപ്പെടാൻ അവസരം കിട്ടുമ്പോൾ രക്ഷിക്കപ്പെട്ടോണം. സ്നാനപ്പെടാൻ സാവകാശം ലഭിക്കുമ്പോൾ നീ സ്നാനപ്പെട്ടോണം. അഭിഷേകം പ്രാപിക്കാൻ അവസരം ദൈവം തരുമ്പോൾ കാത്തിരുന്നത് അനുഗ്രഹം പ്രാപിക്കുവാൻ ഏൽപ്പിച്ചോണം. കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ്, ജോലിയുടെ പേര് പറഞ്ഞ്, മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും സമയം കിട്ടിയെന്ന് വരത്തില്ല. ലഭിക്കുന്ന സമയം തക്കത്തിൽ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ. ഇത് സുപ്രസാദകാലമാണ്, രക്ഷാദിവസമാണ്. ഇന്ന് രാത്രി ലേവിയെ പോലെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അവൻ ദൈവം നിന്നെ ഉയർത്തും. 49 അപ്പം പറഞ്ഞു ഇവൻ്റെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവനെ വിളിക്കുക. നേരെ തിരിച്ചു. ആ ദൈവം തന്നെ മോശയെ കൂടി പറയുക, അവനായിരിക്കും ഇനിയും ചട്ടവും വീതിയും പറഞ്ഞു തരും. അടുത്ത വാക്യം. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപം. ഇങ്ങോട്ട് നോക്കിയേ. അവർ തന്റെ അല്ല മതി, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു വായിക്കാൻ. നീ അവിടെ ഇരിക്കുന്നോണ്ട് അമ്മയ്ക്ക് കാണാൻ മേല. നീ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? അത് ഇല്ല ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന മോന് മനസ്സിലാവും. ഐശ്വര്യ ദൈവം തന്നെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. മോൻ്റെ പേരെന്നാ? ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും. സുഗന്ധം അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും. 34:30 അപ്പൻ പണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ നാറ്റിച്ചെന്ന്. 34:30 അങ്ങനല്ലേ? നിങ്ങൾ എന്നെ നാറ്റിച്ചു. മതി. അപ്പം 34:30 നാറ്റക്കേസാ. പക്ഷേ ആവർത്തനം 33:8-9 വന്നപ്പോൾ അത് സുഗന്ധമാക്കി. സ്തോത്രം. ഇന്ന് രാത്രി സമർപ്പിക്ക്. നിന്റെ ദുർഗന്ധത്തെ ദൈവം സുഗന്ധമാക്കും. ചിലപ്പോൾ നമ്മളെ നാറ്റിപ്പിച്ചവർ കാണും, നാറിയ വിഷയം കാണും, ആക്ഷേപം കേട്ട സമയം കാണും, വിഷയം കാണും. എതിർക്കാനും ഉടക്കാനും പോകണ്ട. മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വാ. നാറ്റത്തെ സുഗന്ധമാക്കി തീർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാർത്തയൊക്കെ പറഞ്ഞു, കർത്താവേ നാറ്റം വെച്ച് വായിച്ചിട്ടില്ലേ? അതൊന്നും നാറ്റം വെച്ച് തുടങ്ങിയോ? 4 ദിവസമായി. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ആമേൻ. കല്ലറ തുറക്കട്ടെ. ഓ
രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനം നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പൊ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവത്തിന് മഹത്വം. ഒന്ന്, യോഗത്തിന് ചേരരുതെന്ന് പറഞ്ഞ അപ്പം തന്നെ പറഞ്ഞു ഇനി അവനെടുക്ക ചെന്ന് ഉപദേശം ചോദിച്ചു മനസ്സിലാക്കാൻ. രണ്ട്, നാറ്റം വെച്ച വിഷയമാ, അതിപ്പോ സുഗന്ധമാക്കി. അടുത്തത് യഹോവേ അവന്റെ ധനത്തെ മൂന്ന്, അനുഗ്രഹിക്കണമേ. ഇവന്റെ ഭൗതികത്തിനും മാറ്റം വരിക. അവന്റെ പ്രവൃത്തിയിൽ യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. ഭൗതിക സ്ഥിതിക്ക് മാറ്റം വരും. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 12 ഗോത്രമാ, ഓടേ കണക്കാ 12. 10 കൊണ്ട് കൊടുക്കണം. ലേവിയെ ഒഴിച്ചേച്ച് ബാക്കി 11 പേരുണ്ട് ഇല്ലേ? 11 പേര് 10 വെച്ച് കൊടുത്താൽ 100 രൂപ കിട്ടിയാൽ 10 1, അപ്പം 10 രൂപ കൊടുക്കണം. 11 പേര് കൊണ്ട് ലേവിക്ക് കൊടുക്കുമ്പോൾ എത്ര? ലേവിക്ക് എത്ര കിട്ടി? 110. കൊടുത്തവൻ എത്രയിലുണ്ട്? 90. കൊടുത്തവന് 90. സമയം തക്കത്തിൽ ഉപയോഗിച്ചവന് നിന്റെ ധനത്തെ അനുകരിക്കുകയല്ലേ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അടുത്തത് അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ എതിരികളും യോഗത്തിന് പോകരുതെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയിപ്പിക്കുക. പ്രസാദിക്കണം. അടുത്തത് പിന്നെ അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണം. എല്ലാ വാക്കും ഞാൻ എടുപ്പിക്കുന്നില്ല. ഇവന്റെ യോഗത്തിന് പോകരുത്, അവൻ ശപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞ ദൈവം തന്നെ മോശയെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ച ലേവി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ പുരോഹിത ശുശ്രൂഷ വേർതിരിച്ച് ഓവാ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ലേവി ആയിപ്പോയത് പറയാൻ. ഇവന്റെ യോഗത്തിന് പോകരുതെന്ന് പണ്ട് പറഞ്ഞതാ. അവനായിപ്പം കര ഉയർത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ഈ സമയം ഒത്തിരി ഇല്ല. ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ അങ്ങനെ 12-ാം വാക്യം വായിച്ചേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളെ ഉപദേശിക്കും. നാളുകളെ എണ്ണണം. നമ്മുടെ നാളൊന്നും എണ്ണണം. ഏതാ ഈ ഹിന്ദുക്കൾ എണ്ണുന്ന നാളല്ല, നമ്മുടെ ദിവസങ്ങളെ. എത്ര കൊല്ലം ഇപ്പൊ ഈ ഭൂമി എത്ര ദിവസം ജീവിച്ചു, ഇനി എത്ര ദിവസം ജീവിക്കും, ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 80 കൊല്ലം ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസം ജീവിക്കും? ഇവിടെ ആൻസർ പറഞ്ഞു. എത്രയായാലും ആട്ടെ. ഇതാണല്ലോ ഒരു സെക്കൻഡ്. എത്ര സെക്കൻഡാ ഒരു മിനിറ്റ്? 60. എത്ര മിനിറ്റാ ഒരു മണിക്കൂർ? 60. എത്ര മണിക്കൂറാ ഒരു ദിവസം? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ ഒരു മാസം? 4 ആഴ്ച. ഒരു കണക്ക്. 4 ആഴ്ച ഒരു മാസം. എത്ര മാസമാ ഒരു വർഷം? എത്ര മാസമാണ് ഒരു വർഷം? 12. എത്ര ദിവസമാ ഒരു വർഷം? 365 365 എടുത്തു. അപ്പം 365 ഒന്ന് ഗുണിച്ചാൽ 80 കൊണ്ടേ 29,200 ദിവസം. അപ്പം 80 കൊല്ലം ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജീവിച്ചാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ദിവസം, ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ 29,200 ദിവസം നമുക്ക് ലഭിക്കുക 80 കൊല്ലം ജീവിക്കുന്ന വ്യക്തിക്ക്. ഇനി കണക്കൊന്ന് തയ്ക്കാൻ ഒരു 30,000 എന്നങ്ങ് എടുത്തു, ഒരു 800 കൂടെ ചേർത്ത് 30,000. അപ്പൊ ഈ 30,000 ദിവസം നമുക്ക് ഈ ഭൂമിയിൽ തരിക 80 കൊല്ലം ജീവിക്കുന്ന വ്യക്തിക്ക്. നിങ്ങൾ വിദ്യാഭ്യാസവും അറിവും ഉള്ളവരാ, ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, നേഴ്സുമാരും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാം.
നാട്ടിലൊക്കെ ഡോക്ടർമാർ കർക്കശമായിട്ട് പറയാറുണ്ട്, കുറഞ്ഞത് ഒരു മനുഷ്യന് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. 8 മണിക്കൂർ. അപ്പം ഒരു ദിവസത്തിൻ്റെ 3-1 ഉറങ്ങാൻ മാറ്റുക. 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം. അപ്പം 3 × 24, അപ്പം 3-1 ഉറങ്ങാൻ. അപ്പം ആകെ 80 കൊല്ലം ജീവിക്കുന്ന പുള്ളിക്ക് 30,000 ദിവസമാണ്. അപ്പോൾ അതിൽ 3-1 ഉറക്കത്തിന്. അങ്ങനെ ആകുമ്പോൾ 10,000 ദിവസം ഉറങ്ങിത്തീരുക. അങ്ങനെ 10,000 ദിവസം. അത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്നിരുന്ന് ഉറങ്ങുക. ഇതിനകത്തും വന്നിരുന്ന് തികയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 30,000 ദിവസം നമുക്ക് കിട്ടിയാൽ അതിൽ 10,000 ദിവസവും ഉറങ്ങിത്തീരുക. ഞാനൊരിക്കലും ഒരുത്തനോട് ചോദിച്ചുവിടാ നീ എത്ര നേരം കഴിക്കുമെന്ന്. ഞാൻ ഓർത്തവൻ 2-3 നേരം. അവൻ പറഞ്ഞു 4 നേരവും കഴിക്കും, പിന്നെ കിട്ടുമ്പോഴെല്ലാം കഴിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കറക്റ്റ് ടൈം, അതിലും ഭക്ഷണം കഴിക്കുന്നതിന് അങ്ങനെ ടൈം പറയാറില്ല. ഇല്ലില്ല. ഇപ്പോൾ യോഗം 8 മുതൽ 10 വരെ, കൃത്യം 8-ന് തുടങ്ങും, കൃത്യം 10-ന്. അത് നല്ലതുവാ, സമയം പാലിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ടൈം പറയുമ്പോൾ അതിന് ടൈമില്ല. ഇനി ഫുഡിൻ്റെ ടൈം, അത് നല്ല പെരുക്കുന്ന ആൾക്കാരുണ്ട്. 2-3 പ്രാവശ്യം പോയി എടുത്ത് പിന്നെ ആദ്യം 2 പ്രാവശ്യം എടുക്കും, പിന്നെ ആരെയും വിടും. കാരണം നാണക്കേടല്ലേ. ഒത്തിരി മിടുക്കന്മാരുണ്ടെന്ന്. എല്ലാത്തിനും ദീനോവാ, എല്ലാ ഇഞ്ചക്ഷൻ എടുത്താൽ ഈ നല്ല പേർക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നല്ലതുപോലെ ഇത് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാതില്ല. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളൊരു കണക്കെടുത്താൽ, ന്യായമായിട്ട് കണക്കെടുത്താൽ 5,000 ദിവസം ഭക്ഷണത്തിന് വേർതിരിക്കുക. 10,000 ഉറങ്ങി തീർത്തു, 5,000 ഭക്ഷണം. പിന്നെ യാത്ര, ജോലി, ടൂറ് പോക്ക്, ബന്ധുവീട്ടിൽ പോക്ക്, കുളി, തേവാരം, ഒരുക്കം. അല്ല, ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ ന്യായമായ കണക്കെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നിങ്ങളൊരു കണക്കെടുത്താൽ ഒരു 10,000 ദിവസം അങ്ങനെയും തീരും. ജോലി, ഒരുക്കം, പോക്ക്, വരവ്, ടൂറ്, അങ്ങനെ ഉണ്ടല്ലോ പല കാര്യങ്ങൾ. മനുഷ്യനല്ലേ. ഇതെല്ലാം കൂടെ എടുത്താൽ ഒരു 10,000 ദിവസം അങ്ങനെ. അപ്പോൾ 10,000 ഉറങ്ങി തീർന്ന് 10,000 മറ്റുള്ള കാര്യത്തിന് പോയി, 5,000 ഭക്ഷണത്തിന് പോയിട്ട് 30,000 എത്രയുണ്ട് അച്ഛാ? 5,000. ആ കൂടെ 5,000 ദിവസമാണ് കർത്താവിന് വേണ്ടി. അതും 80 കൊല്ലം ജീവിക്കുന്ന വ്യക്തിക്ക്. ഞാനും നിങ്ങളിൽ പലരും ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ അറിഞ്ഞ്. അന്ത്രയോസും സഹോദരനും ഒരു ശിഷ്യനും കൂടെ യേശുവിനെ വന്ന് കണ്ടു. അതിന് ടൈമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഏതാണ്ട് 10-ാം മണി നേരം വന്ന, അങ്ങനെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ സമയം ഏതാണ്ട് 10-ാം മണി. 10-ാം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ യഹൂദൻ്റെ 10-ാം മണിയാണ്. അപ്പോൾ നമുക്ക് 4 മണി. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തല്ല. അപ്പം 12 മുതൽ 3 മണി വരെ 9-ാം മണി. 10-ാം മണി എന്ന് പറയുമ്പോൾ 4 മണി. അപ്പം 4 മണി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുക. ജീവിതത്തിൻ്റെ 4-ാം മണി സമയത്താണ് യേശുവിനെ കണ്ടത്. ഇനി അല്പം കൂടെ കഴിഞ്ഞാൽ സന്ധ്യയാകാൻ പോവുക. അല്പം കൂടെ കഴിഞ്ഞാൽ സന്ധ്യയാകാൻ പോവുക. എൻ്റെ ബഹുമാന്യരായ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ പറയാം, സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം പറയാം. ഞാൻ എൻ്റെ സമയം കളയുകയില്ല. നാട്ടിലാണെന്നില്ല, എവിടെ ആണെന്നില്ല, കളയത്തില്ല. എനിക്കാണെങ്കിൽ എല്ലാത്തിനും സമയമുണ്ട്. ചില പറഞ്ഞ സമയമില്ലെന്ന്. എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. എല്ലാത്തിനും സമയമുണ്ട്. വേറെ ദിവസം വായിക്കാൻ സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, പാട്ട് പാടാൻ സമയമുണ്ട്, വേറെ ദിവസം വായിച്ച് ധ്യാനിക്കാൻ സമയമുണ്ട്, പാട്ട് കാണാതെ പഠിക്കാൻ സമയമുണ്ട്. നാട്ടിലൊക്കെയാണ് ഞാൻ സമയം കളയത്തില്ല. ഞാൻ മരണ വീടുകളിലൊക്കെ ഞാൻ പോവും. അവസരം കിട്ടിയാൽ സമയം കണ്ടെത്തി ഞാൻ പോവും. കളയത്തില്ല. വൈകിട്ട് കൺവെൻഷനുണ്ട്, കൺവെൻഷനും പോയി ശുശ്രൂഷിക്കും. അതിനിടയ്ക്ക് രോഗികളോ ബന്ധുക്കളെ കാണാണ്ട് അതിന് ഞാൻ പോവും. സഭയുടെ യോഗം തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും വരണേ, എല്ലാവരെയും ക്ഷണിക്കുക. ചെറിയ കൂട്ടായ്മയുണ്ട്, അതിനും മുടക്കത്തില്ല. എനിക്ക് സമയമുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള പല ആൾക്കാരും സമയം ഒട്ടും ഇല്ലെന്ന് പരമ്പര, സമയമില്ലെന്ന്. ഇതിനിടയ്ക്ക് ഞാൻ വീട്ടുജോലിയും ചെയ്യും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ വൈഫിന് ഒരു ബ്രെയിൻ ട്യൂമറൊക്കെ വന്ന ചികിത്സയൊക്കെ കഴിഞ്ഞ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിലുമൊക്കെ കയറി ജോലി ചെയ്യും. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ സൺഡേയിലും ഭക്ഷണമുണ്ട്. കൺവെൻഷനൊക്കെ കഴിഞ്ഞ് രാത്രി 1 മണിക്കും 2 മണിക്കും വന്നാലും ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. സമയമുണ്ട് എനിക്ക്.
വെളുപ്പിനെ ഒരു 5-6 പാട്ട് പാടി ആത്മാവിലാവുകയും ചെയ്യും. എന്നും ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവകൃപ കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ പറയരുത് അയ്യോ ഒരു ഭയങ്കരം വിശുദ്ധം വന്ന് ഡിട്രോയിറ്റ് ചാടിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെ പറയരുത്. ചെറിയ അനുഭവം പറയാം. എല്ലാ ദിവസവും ഒരു 5-6 പാട്ട് പാടി രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കും. ഇന്നും പാടി. കഴിഞ്ഞ 36 കൊല്ലമായിട്ട് മുടങ്ങിയിട്ടില്ല. പ്രാഗൽഭ്യത്തോടാ പറയാൻ. കഴിഞ്ഞ 36 കൊല്ലമായിട്ട് പ്രഭാത പ്രാർത്ഥന 5-6 പാട്ട് പാടി, ഇന്നും പാടി. എനിക്ക് സമയമുണ്ട്. എല്ലാ ദിവസവും 1 മണിക്കൂർ നടക്കുകയും ചെയ്യും. അതിനും സമയമുണ്ട്. ഉണ്ടെന്ന് അന്നേരം ചില പാസ്റ്റർമാരും ചിലരും പറയാം സമയമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാവിലെ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ ഒത്തില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്നാ ചെയ്യുമെന്ന് അറിയാം. പറയും, ഇപ്പം ഞാൻ വന്ന സ്ഥലം എവിടെ? ചിക്കാഗോ. ഇങ്ങോട്ട് 4-5 മണിക്കൂർ എടുത്ത് വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരെയും മകിച്ച്, ഇവിടുത്തെ യോഗോ ശുശ്രൂഷകരെയും എല്ലാവരും, നിങ്ങളെ എല്ലാവരും, ഡെട്രോയിറ്റുള്ള എല്ലാവരെയും മകിച്ച്. സമയമുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഫോൺ ചെയ്താൽ അത്യാവശ്യക്കാരും ചോദിച്ചു നിർത്തും. പിന്നെ എന്നാ ഉണ്ട്? വേറെ എന്നാ ഉണ്ട്? പിന്നെ എന്നാ ഉണ്ട്? പിന്നെ എന്നാ ഉണ്ട്? അവിടെ കുന്തമുണ്ട്. ഇവിടെ ചുമ്മാ ചപ്പളാത്തി അടിച്ച് നിന്റെ സമയം കളയരുത്. ചില ഫോൺ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഹലോ ഹലോ, ആരാന്ന് പറ. ഈ സാമാന്യ മര്യാദയില്ലേ? ഫോൺ ചെയ്യുമ്പം ഇപ്പം അച്ഛൻ്റെ ചോദിച്ചാന്നല്ലേ? ദൈവദാസൻ ചോദിച്ചാനാണോ? അതാ അനീഷ് കാവാലാമാ വിളിക്കുന്നത്. ഇതാ എൻ്റെ മര്യാദ ഇല്ലേ? അതാ എൻ്റെ മര്യാദ. ഏതാ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ആളിന് ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കുക. അതിൻ്റെ മര്യാദ ഏതാ? എന്തിനാ വിളിച്ചത്? കാര്യം പറയുക. അദ്ദേഹം ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കേൾക്കുക. ചില ചുമ്മാ സമയം കളയുന്ന കണ്ടില്ലേ? വേറെ എന്നാ ഉണ്ട്? ആരാന്ന് പറ. തങ്കച്ചനാന്നോ? തങ്കച്ചനല്ല. പിന്നെ ആരാ? പറ. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. ചുമ്മാ സമയം കളയരുത്. അതിൽ പറയാം സമയമില്ലെന്ന്. മനസ്സിലായി കാണുമല്ലോ. പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എല്ലാവർക്കും 24 മണിക്കൂറാണ് ദൈവം തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇതാ. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും കിട്ടത്തില്ല കേട്ടോ. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടുക. യെശയ്യാവ് ഈ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളി പൂട്ടുന്നവനും പള്ളി വരാത്തവനും പള്ളിക്കകത്ത് കൊണ്ട് അശേരപ്രതിഷ്ഠയെ സ്ഥാപിച്ചവനുമെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന കാലത്ത് യെശയ്യാവ് ഈ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ തേജസ് കണ്ടു. യേശുവിൻ്റെ തേജസ് കണ്ടു. ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവം അനുവദിച്ച് മുഖവരെ പറഞ്ഞതേ ഉള്ളൂ. കണ്ടത് എങ്ങനെയാണ്, എന്താ കണ്ടതൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ഈ തിരക്കും ബത്തപ്പാടും ജോലിയൊക്കെ ഉണ്ടായിട്ടും സാമച്ചാനല്ലയോ? ആണോ? താഴാമ്പള്ളം. പിന്നെ റയിച്ചാൻ്റെയൊക്കെ ജ്യേഷ്ഠൻ. അലക്സ്. സാമച്ചാനെന്നും പേരുണ്ട്. അലക്സ്. നിങ്ങൾ ഈ ബത്തപ്പാടെല്ലാം ഉണ്ടായിട്ട് വന്നല്ലോ, ഇത്രയും കേട്ടിരുന്നല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. കർത്താവ് വരാൻ താമസിച്ചാൽ, ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ വൈകിട്ട് കൂടി ശേഷമുള്ള ഭാഗവും വചനത്തിൽ നിന്ന് ചിന്തിക്കാം. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ദൈവം തരുന്ന സമയമാണ്. ദൈവം നമുക്ക് തരുന്ന ആയുസ്സാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ആത്മീക വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകയില്ല. ബാക്കി ഭാഗം നാളെ ചിന്തിക്കും. എല്ലാവരും വലപ്പോൾ സമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.